നമസ്കാരം. ഞാൻ നന്ദു വിജയൻ. എൻ്റെ സ്വദേശം തിരുവനന്തപുരം ജില്ലയിലെ പേയാട് എന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ നിലവിൽ കേരള PSCയുടെ ആസ്ഥാന ഓഫീസിൽ പട്ടം PSCയിൽ കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റായി നിലവിൽ സേവനമനുഷ്ഠിക്കുകയാണ്. ഞാൻ നിലവിൽ കേരള PSCയുടെ LD ടൈപ്പിസ്റ്റ് വേരിയസ് എറണാകുളം ജില്ലയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 18ാമത്തെ റാങ്കാണ്. LD ടൈപ്പിസ്റ്റ് സിവിൽ സപ്ലൈസിൻ്റെ ലിസ്റ്റിലുണ്ട്. കൂടാതെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റിലും നല്ലൊരു റാങ്ക് തന്നെയുണ്ട്. കൂടാതെ കമ്പനി കോർപ്പറേഷൻ അസിസ്റ്റൻ്റ് KSFE KSEB എന്നീ കമ്പനികളുടെ ലിസ്റ്റിലുള്ള അസിസ്റ്റൻറ്റിൻ്റെ ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ഞാൻ കേരള PSCയുടെ ഈ മേഖലയിലേക്ക് 2017 മുതലാണ് വന്ന് തുടങ്ങിയത്. എല്ലാ പരീക്ഷകളും വളരെ സീരിയസ് ആയിട്ട് എഴുതി തുടങ്ങിയത് 2017 മുതലാണ്. LD ക്ലർക്ക് മുതലാണ് എഴുതി തുടങ്ങിയത്. അന്ന് തൊട്ട് ഇന്ന് വരെ വളരെ സീരിയസ് ആയിട്ട് ആണ് പരീക്ഷകൾ അപ്രോച്ച് ചെയ്തിരുന്നത്. എന്നിരുന്നാലും വളരെ കാര്യമായിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഈ ഒരു പരീക്ഷയിലാണ്. LD ടൈപ്പിസ്റ്റിൻ്റെ ഓഗസ്റ്റ് 2023 നടന്ന പരീക്ഷയ്ക്കാണ് എനിക്ക് വളരെ ഒരു സക്സസ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതിൽ പ്രധാന പങ്ക് വഹിച്ചത് പോത്തങ്കോടുള്ള ദിശ PSCയുടെ ക്ലാസ്സുകളാണ്, ഓൺലൈൻ ക്ലാസ്സുകളാണ്. ഞാൻ ആ സമയത്ത് LSGDയിൽ ഒരു സ്കീമിൽ താൽക്കാലികമായി കോൺട്രാക്റ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് എനിക്ക് ക്ലാസ്സുകൾ നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അപ്പോഴാണ് അന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ദിശ PSCയിൽ പഠിച്ച് അന്ന് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് റാങ്ക് ലിസ്റ്റിലൂടെ നിയമനം പ്രതീക്ഷിച്ചിരുന്ന എൻ്റെ ഒരു സുഹൃത്ത് ദിശ PSCയെക്കുറിച്ച് സജസ്റ്റ് ചെയ്തത്. വളരെ നല്ല ക്ലാസ്സുകളാണ്, വളരെ എഫക്റ്റീവായിട്ടുള്ള ക്ലാസ്സുകളാണ്. അറ്റൻഡ് ചെയ്താൽ നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കും. ദിശയിലെ ടൈപ്പിസ്റ്റ് ക്ലാസ്സുകളിൽ പഠിച്ച് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ടുകളും ഒരുപാട് പേര് പല നല്ല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ജോലി ചെയ്യുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ എനിക്കറിയാൻ കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ദിശ PSCയിൽ വിളിച്ച് എനിക്ക് ഓൺലൈൻ ക്ലാസ് വേണം എന്ന് പറഞ്ഞത്. അതിനുശേഷം വന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ടെസ്റ്റ് വളരെ എഫക്റ്റീവായിട്ട് എഴുതാൻ കഴിഞ്ഞു. ഓൺലൈൻ ടെസ്റ്റായിട്ട് പോലും വളരെ നന്നായിട്ട് എഴുതാൻ കഴിഞ്ഞു. അതിൽ എനിക്ക് കുറച്ച് റാങ്ക് പിന്നിലോട്ടായി എന്നുണ്ടെങ്കിലും വളരെ ആദ്യമായിട്ട് ഇത്രയും നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതിനുശേഷം വന്ന വേരിയസും സെക്രട്ടേറിയറ്റ് PSC പ്ലസ് യൂണിവേഴ്സിറ്റി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിന് എല്ലാ കാറ്റഗറിയും ചേർത്ത് നടത്തിയ ഒരൊറ്റ എക്സാമിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സസ് ദിശ PSCയുടെ ഓൺലൈൻ ക്ലാസ്സിലുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു MS ഓഫീസിൽ അതിൽ വേർഡ്, എക്സൽ, PowerPoint ഇതിലൊന്നും നമ്മൾക്ക് പോലും പെട്ടെന്ന് വരാൻ സാധ്യതയില്ലെന്ന് നമ്മൾ തള്ളിക്കളഞ്ഞ മേഖലകളിലും അവർ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുത്തു. അതെല്ലാം എൻ്റെ കഴിവിൻ്റെ പരമാവധി വെച്ച് പഠിച്ച് എഴുതാൻ പരീക്ഷ അറ്റൻഡ് ചെയ്തു. ദിശ PSCയുടെ ASDF എന്ന ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. ഒരുപാട് ടൈപ്പിങ്ങിനെയും വേർഡ് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസും അവർ തന്നെ വരാൻ സാധ്യതയുള്ള കുറേ ചോദ്യങ്ങളും കൂടി ചേർത്ത് ഉള്ള ഒരു ബുക്ക് വളരെയധികം പ്രയോജനം ചെയ്തു. നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് മറ്റ് സോഴ്സുകളൊന്നും ഇൻ്റർനെറ്റിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ ലഭ്യമല്ലാത്തതിനാൽ വളരെ പ്രയോജനകരമായ രീതിയിലുള്ള ഒരു ബുക്കാണ് നമുക്കത് ദിശ PSCയിൽ നിന്ന് ലഭ്യമായത്. അപ്പോഴെന്നാൽ അത് മാക്സിമം എത്രത്തോളം കവർ ചെയ്യാൻ പറ്റിയോ അത്രയും കവർ ചെയ്യാൻ പറ്റും. അതെനിക്ക് അവസാന നിമിഷമാണ് ആ പരീക്ഷ തുടങ്ങുന്നതിനും ഏതാനും ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ മുമ്പാണ് അത് ബുക്ക് കിട്ടിയത്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങൾ റിവിഷൻ എന്ന പോലെ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ LSGDയിലെ ഒരു സ്കീമിലാണ് വർക്ക് ചെയ്തിരുന്നത്. ടെമ്പററി ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അവിടെ എന്ന് വെച്ചാൽ നമ്മുടെ വർക്ക് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. വളരെയധികം നല്ലൊരു വർക്ക്
വർക്ക് ലോഡ് ഉണ്ടായിരുന്നു അവിടെ, നല്ല വർക്ക് പ്രഷർ കണ്ടീഷനായിരുന്നു. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾക്കൊരു സ്ഥിരം ജോലി ലഭിക്കുക എന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു എനിക്ക് അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്ഥിരം ജോലി ലഭിക്കുക എന്നുള്ളതെന്ന് വെച്ചാൽ എനിക്ക് സമയം വളരെ പരിമിതമായിരുന്നു. കാരണം വർക്ക് കഴിഞ്ഞാൽ വീണ്ടും വീട്ടിൽ പോയാലും അവിടെ ഇരുന്നാലും വർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ ആ സ്ഥിതിയിൽ മാക്സിമം സമയം കണ്ടെത്തുക, പിന്നെ ദിശയിലെ ആൾക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവർ കുറച്ച് ജയിച്ച ആൾക്കാരുടെ ടിപ്സ് കുറച്ച് പറഞ്ഞു തന്നു. എനിക്ക് ആ ഒരു ആവശ്യം എന്നുള്ളതായിരുന്നു എനിക്ക് ഏറ്റവും പ്രിഫറൻസ് കൊടുത്തത്. അതുകൊണ്ട് തന്നെ രാത്രി സമയം കുറച്ചും രാവിലെ ഏറ്റവും മാക്സിമം നേരത്തെ എഴുന്നേറ്റും കഴിവതും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും ആദ്യത്തെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി കമ്പ്യൂട്ടറൊക്കെ അറിയാമായിരുന്നു എന്ന് ഉള്ള ഒരു ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് ഓൺലൈൻ ക്ലാസ്സുകൾ കണ്ടപ്പോഴേക്കും ഓരോ ചെറിയ ഒരു പാരാമീറ്റേഴ്സ് പോലും പഠിച്ചു വെക്കണം എന്നുള്ളൊരു കൺസെപ്റ്റ് അതിൽ നിന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ ആ നോട്ടുകളെല്ലാം കുറിച്ചെടുത്തു. ദിശ PSCയിലെ ഓൺലൈൻ ക്ലാസ്സുകളിലുള്ള നോട്ടുകൾ എല്ലാം ഓരോ വാല്യൂ പോലും വിടാതെ, ഇപ്പോൾ MS വേർഡിൻ്റെ പേജിൻ്റെ ലെങ്ത്ത്, വിഡ്ത്ത്, പിന്നെ ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, ഇൻഡൻറ്റിങ്, ഹാങ്ങിങ് ഇൻഡൻറ്റ്, അങ്ങനത്തെ ഓരോ വാല്യൂസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ വാല്യൂസ് പോലും ചെറുതായിട്ട് കുറിച്ചെടുത്ത് ഞാനത് സ്വന്തമായിട്ട്, എനിക്ക് ലാപ്ടോപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ അതിൽ ചെയ്ത് പഠിക്കുകയാണ് ചെയ്തത് കൂടുതലായിട്ടും. അപ്പോൾ ചെയ്ത് പഠിക്കുമ്പോഴും നമുക്കത് കൂടുതൽ സ്വായത്തമാകും. പിന്നെ അത് ജോലിക്ക് കയറുമ്പോഴും നമുക്കത് കൂടുതൽ പ്രയോജനകരമാകും എന്നുള്ള ധാരണയിലാണ്. അല്ലാതെ മൊത്തം കാണാതെ പഠിച്ചത് കൊണ്ട് നമുക്കത് കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയാനുള്ളത്. ഞാൻ പഠിക്കുന്ന സമയത്ത് എത്ര സമയമിരുന്നു എന്നുള്ളതിനേക്കാളും പ്രിഫർ ചെയ്തത്, ശ്രദ്ധിച്ചത് എത്ര കണ്ടൻറ്റ് കവർ ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് ആ ദിവസം ദിശ PSCയുടെ ഡെയിലി ക്ലാസ്സിൽ എത്ര പഠിപ്പിച്ചു, അത് എനിക്കെത്ര അറിയാം എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിച്ചത്. എനിക്ക് ആ ചോദ്യം പരീക്ഷയ്ക്ക് വന്നാൽ എനിക്കത് എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ഞാൻ സ്വന്തമായിട്ട് ചോദിച്ചു. അങ്ങനത്തെ ഒരു സ്ട്രാറ്റജിയാണ് എടുത്തത്. അല്ലാതെ രാവിലെ 2 മണിക്കൂർ, രാത്രി 2 മണിക്കൂർ, അങ്ങനെ ഒരു അളവിലല്ല ഞാൻ നോക്കിയത്. നമ്മളിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുക എന്ന് വെച്ചാൽ അത് നമ്മൾ 2 മണിക്കൂർ പഠിച്ചു എന്ന് പറഞ്ഞാൽ ആ 2 മണിക്കൂർ പഠിച്ച കാര്യം നമുക്ക് ആ പരീക്ഷയ്ക്ക് വന്നാൽ അത് പ്രയോജനപ്പെടണമല്ലോ. ആ ഒരു സ്ട്രാറ്റജിയാണ്, ആ ഒരു അപ്രോച്ചിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അങ്ങനെ പഠിക്കണമെന്നാണ് എൻ്റെ ഒരു, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. എന്നാലും എൻ്റെ ഒരു സ്ട്രാറ്റജി അങ്ങനെയായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വായിച്ച് വിട്ടുപോയ ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ നമ്മൾ കണ്ടുപോയ ഒരു ക്വസ്റ്റ്യനോ വിട്ടുപോയാൽ പരീക്ഷയ്ക്ക് മിസ്സായിപ്പോയാൽ അത് വലിയൊരു നഷ്ടമാകും എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായിരുന്നു. കാരണം എൻ്റെ ഇത്രയും നാളത്തെ ഒരു ടെസ്റ്റ് എഴുതിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു ടെസ്റ്റ് മാക്സിമം, ഈ ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഇത് പ്രിലിമിനറി ഇല്ലാതെ വന്ന ആദ്യത്തെ ഒരു പരീക്ഷയാണ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതൊരു വലിയൊരു ചാൻസ് എടുത്താണ്. ഈ ഒരു ടെസ്റ്റ് എഴുതിയാൽ എനിക്ക് സെക്രട്ടേറിയറ്റ് ജോലി കിട്ടും, എനിക്ക് യൂണിവേഴ്സിറ്റി ജോലി കിട്ടും, അങ്ങനെ ഒരു ധാരണയോടെയാണ് ഞാൻ മുമ്പോട്ട് പോയത്. അപ്പോഴെനിക്ക് എന്താ പറയുക, ആ ഒരു ലക്ഷ്യത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വഴികൾ മനസ്സിലാകും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ മനസ്സിലായത്. ഈ പഠനം പുരോഗമിക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ തന്നെ പറയുന്നുണ്ട്, നിനക്കിത് പഠിച്ചതൊന്നും എല്ലാം അപ്പോഴും മറന്നുപോയ ഒരു കേസ് ഉണ്ടായിരുന്നു. അതായത് വളരെ ക്രിട്ടിക്കലായിട്ട് ചോദിക്കും എന്നുള്ള ഒരു മേഖലകളിൽ പല കാര്യങ്ങളും പഠിച്ചപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ടേംസൊക്കെ മറന്നുപോയപ്പോൾ എനിക്ക് എന്നോട് തന്നെ നിർത്താൻ തോന്നിയിട്ടുണ്ട്. PSC എന്നുള്ള ഫീൽഡ് വിടാൻ തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ കൊച്ചുകുട്ടികൾ പഠിക്കുന്നതല്ലേ, നമ്മളൊക്കെ ഒരുപാട് അഡ്വാൻസ്ഡ് ആയതല്ലേ, ഇപ്പോഴേ പഠിച്ചിറങ്ങുന്ന കുട്ടികളൊക്കെ വളരെ ഷാർപ്പ് മൈൻഡഡ് ആണ്, അങ്ങനെയൊക്കെ ഒരുപാട് ഡിമോട്ടിവേറ്റഡ് ആയിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് എൻ്റെ ആവശ്യത്തിൽ പിടിച്ചു നിന്നു. എനിക്കൊരു നല്ലൊരു ഡീസൻ്റ് ജോലി വേണം, ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിന്നു. ആ ഒരു യാഥാർത്ഥ്യ ബോധത്തിൽ പിടിവിടാതെയാണ് ഞാൻ ആ പരീക്ഷാ ഹാളിൽ പോയി ഞാൻ ഇതുവരെ പഠിച്ചത്, എൻ്റെ എക്സ്പീരിയൻസ് എല്ലാം അപ്ലൈ ചെയ്ത് ആ ജോലി എന്നാൽ കഴിയുന്ന മാക്സിമം എഫേർട്ട് ഞാൻ OMRൽ തീർത്തത്.
അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ എനിക്ക് ഇപ്പോൾ സ്ത്രീകൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ കല്യാണം കഴിഞ്ഞു, ഫാമിലിയായി, വീട്ടിൽ പ്രാരാബ്ദങ്ങളുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ കൂടെ ജോലിക്ക് കയറിയവരിൽ ഭൂരിഭാഗവും പെൺകുട്ടികളാണ്, അവർ മാരീഡാണ്, അവർക്ക് കുട്ടികളുമുണ്ട്, അവരാണ് എനിക്ക് മുമ്പേ ഉള്ളവരുണ്ട്. അവരൊക്കെ എത്രത്തോളം എഫേർട്ട് എടുത്തു എന്നുള്ളതാണ് ഞങ്ങളും ചിന്തിക്കേണ്ടത്. പലർക്കും ഒരു ധാരണ ഉണ്ടാവും, കേരള PSC പ്രിപ്പയർ ചെയ്യുന്നവരും കേരള PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർ, ഈ ഫീൽഡിലേക്ക് ഇറങ്ങുന്നവർക്കൊരു ധാരണ ഉണ്ടാവും, ഒരുപാട് പഠിക്കണം, കാർഡടച്ച് പഠിക്കണം, സിലബസ് പഠിക്കണം, അതിനുള്ള സ്കില്ല് നമുക്കില്ല, അതിനുള്ള ഓർമ്മശക്തി നമുക്കില്ല എന്നൊക്കെ ഉള്ള ധാരണ പലർക്കും ഉണ്ടാവും. പക്ഷേ അതെനിക്കും ഉണ്ടായിരുന്ന ആ ധാരണ. അതുകൊണ്ട് തന്നെ ഇത്രയും പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുന്നില്ല, ഒന്നും തലയിൽ നിൽക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ നമ്മൾക്ക് കേരള PSC അപ്രോച്ച് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ആ ജോലി കിട്ടണം എന്നുള്ളൊരു ലക്ഷ്യം നമ്മൾ മനസ്സിലുറപ്പിക്കുക എന്നുള്ളതാണ് ആദ്യം. എന്ത് വന്നാലും ആ ജോലി നമുക്ക് കിട്ടിയേ പറ്റൂ, നമുക്ക് അത് കിട്ടിയാലേ നമ്മുടെ ഭാവി സുരക്ഷിതമാവുകയുള്ളൂ. അതേക്കുറിച്ച് നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ അനുഭവം ഉണ്ടാവുമല്ലോ. നമ്മൾ ആ ജോലിയുടെ കുറവ് കൊണ്ട് നമ്മൾ അനുഭവിച്ച പിന്നോട്ട് പോയ അവസ്ഥ, ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും പിന്നോട്ട് പോയ അവസ്ഥ, അതെല്ലാം നമ്മൾ ഒറ്റപ്പെട്ട അവസ്ഥ, അതെല്ലാം ആ സൈക്കോളജിക്കലായിട്ട് ഡിപ്രസ്ഡ് ആയ പല കേസുകളും നമ്മൾ തരണം ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ ആണ് നമ്മൾ PSCയെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളത്. ബാക്കി നമ്മൾ പഠിക്കുക എന്നുള്ളത്, കേരള PSCയിൽ പഠിക്കുക എന്നുള്ളതിനേക്കാൾ OMR പരീക്ഷയിൽ ആ സമയത്ത് നമ്മൾ എത്ര സ്കോർ ചെയ്തു, ആ സമയത്ത് നമ്മുടെ മനസ്സ് എത്രത്തോളം ഏകാഗ്രമാണ്, അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറഞ്ഞാൽ. അവിടെ നമ്മളെ സാഹചര്യം പ്രശ്നമല്ല. ഇപ്പോൾ പെൺകുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് മാരീഡാണ്, പിന്നെ കുട്ടികളുണ്ട്, പിന്നെ ഉത്തരവാദിത്തങ്ങളുണ്ട്. നമ്മുടെ പയ്യന്മാരും പറയുന്നുണ്ട് നമ്മൾക്ക് കുടുംബത്തിന് പ്രാരാബ്ദങ്ങളുണ്ട്. ഈ പ്രാരാബ്ദങ്ങൾക്കിടയിലും എത്രയോ പയ്യന്മാർ കോൺസ്റ്റബിളിൻ്റെ റാങ്ക് ലിസ്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാനും കോൺസ്റ്റബിളിൻ്റെ ലിസ്റ്റിലുണ്ടായത് 2015-16 സമയത്തുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കേരള PSCയിൽ ജയിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ഹെർക്കൂലിയൻ ഒരു ഭഗീരഥ പ്രയത്നമല്ല. നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് ആ ജോലിയെക്കുറിച്ച് അറിയുക, ആ ജോലി കിട്ടിയാൽ നമുക്കുണ്ടാകുന്ന ആ മാറ്റം, ജീവിതത്തിലെ മാറ്റങ്ങളെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവുക. അപ്പോൾ അത് കിട്ടിയേ പറ്റൂ എന്നുള്ളത്. പലരും ഡിമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും. ആ മനസ്സിനെ ഒന്ന് മനസ്സ് പതറാതെ നമ്മൾ ആ OMR ടെസ്റ്റ് വരെ, ഫൈനൽ നമ്മുടെ വിധി എഴുതുന്ന ആ ടെസ്റ്റ് വരെ നമ്മൾ എത്തുക, അവിടെ നന്നായി പെർഫോം ചെയ്യുക, നമ്മുടെ എല്ലാ കഴിവും ഉപയോഗിക്കുക എന്നുള്ളതിലാണ് കാര്യം. എത്ര പഠിച്ചു എന്നുള്ളതല്ല, ക്വാണ്ടിറ്റി എന്നുള്ളതിനേക്കാൾ ക്വാളിറ്റി എന്നുള്ളതിനെ വേണം ഫോക്കസ് ചെയ്യേണ്ടത്. ഈ സെക്രട്ടേറിയറ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് പരീക്ഷ വളരെ മികച്ച രീതിയിൽ എനിക്ക് എഴുതുന്നതിനും ആ പരീക്ഷയ്ക്ക് പ്രിപ്പറേഷൻ നടത്തുന്നതിനും വേണ്ടി എനിക്ക് വളരെയധികം സപ്പോർട്ട് എൻ്റെ വീട്ടുകാരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും എന്നെ ഒരു ഗവൺമെൻറ് സർവീസിൽ ആയി കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനവർ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട്. മറ്റ് അനുകൂലമായ രീതിയിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് സഹോദരി, അവളും ഇതുപോലെ എനിക്കൊരു സ്ഥിരം ജോലി ഉണ്ടാവണം എന്നുള്ള അവളും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ട് ഫാമിലിയുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു സപ്പോർട്ടുണ്ടായിരുന്നു. പിന്നെയുള്ളത് ദിശ PSCയുടെ ക്ലാസ്സുകൾ തന്നെയാണ്. അതിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രീതിയിൽ എനിക്ക് ഒരു ഐഡിയ, ഈ ഒരു സർക്കാർ ജോലി ലഭിക്കണം എന്നുള്ള ഒരു ഐഡിയ കുറച്ചുകൂടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആ പരീക്ഷ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിന് ദിശ PSCയുടെ എക്സ്പെഷ്യലി MS ഓഫീസിൻ്റെ ക്ലാസ്സുകൾ, ആ ഒരു മേഖലയിലാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നതും. അപ്പോൾ അതിന് ഈ ASDFൻ്റെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളും വളരെയധികം പ്രയോജനകരമായി എന്നുള്ളത് സംശയരഹിതമാണ്. പിന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആ പരീക്ഷ എഴുതിയ ദിവസത്തിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് തന്നെയാണ്. എനിക്ക്
പരീക്ഷാ സെൻറ്റർ വെഞ്ഞാറമൂട്ടിലാണ് കിട്ടിയത്. എൻ്റെ വീട്ടിൽ നിന്നും 25 കിലോമീറ്റർ അകലെയാണ് കിട്ടിയത്. അപ്പോൾ അത്രയും ദൂരം, അത്രയും ഡിസ്റ്റൻസിൽ യാതൊരു തടസ്സങ്ങളോ യാതൊരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സംഭവങ്ങളോ ഒന്നും നടക്കാത്ത രീതിയിൽ സ്ട്രെയിറ്റായിട്ട് കൃത്യസമയത്തിന് മുമ്പേ എത്താനും, പിന്നെ എക്സാം നടന്ന 1.5 മണിക്കൂർ 100 ചോദ്യങ്ങളും സമചിത്തതയോടെ അറ്റൻഡ് ചെയ്യാനും, വളരെ കൃത്യമായി ആൻസറുകൾ OMRലേക്ക് അപ്ലൈ ചെയ്യാനും വളരെയധികം ആ ഒരു സമയത്തെയാണ് എനിക്ക് വളരെയധികം കടപ്പെട്ടിട്ടുള്ളത്. കാരണം എത്രയൊക്കെ പഠിച്ചാലും നമ്മൾ OMR അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ പതറിപ്പോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലാത്ത അവസ്ഥയാണ്. പക്ഷേ ഈ കേസിൽ എനിക്ക് ആ ഒരു സമയത്തിനോടും വളരെയധികം കൃതജ്ഞതയുണ്ട്, ദൈവത്തോട് കൃതജ്ഞതയുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന PSC ആസ്പിറൻസിനും PSCക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ എൻ്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് പ്രയോജനകരമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളുടേതായ വഴികളിലൂടെ ആ ലക്ഷ്യത്തിലെത്തുക എന്നുള്ളതിലാണ് കാര്യം. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മൾ പഠിക്കുകയും ചെയ്യണം, എല്ലാം ചെയ്യണം. നമ്മുടെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. ഏറ്റവും പ്രധാനം നമ്മുടെ ആ എക്സാമിലുള്ള ആ 1.5 മണിക്കൂർ നമ്മളെങ്ങനെ പെർഫോം ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം. അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ വേറൊന്നും പറയാനില്ല. എല്ലാവരും അവരവരുടെ കഴിവിനൊത്തുള്ള പഠനം നടത്തുക. കഴിവിനേക്കാളും സമയത്തിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്, സമയത്തിലാണ് കാര്യമുള്ളത്. അവർ ഓരോരുത്തരുടെ സമയത്തിനടുത്ത് അത് കിട്ടിയിരിക്കും, അത് നിഷേധിക്കാൻ നമുക്കും പറ്റത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രയോജനകരമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്.